നമസ്കാരം. കേരളത്തിലെ ക്ഷേമ പെൻഷൻ, അതായത് ഓണത്തോടനുബന്ധിച്ചുള്ള ക്ഷേമ പെൻഷൻ വിതരണത്തെക്കുറിച്ചുള്ള ഏറ്റവും പുതിയൊരു അപ്ഡേഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അത് നമുക്ക് അപ്ഡേഷൻ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ പെൻഷൻ വിതരണമാണ്. ഓഗസ്റ്റ് മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളുടെ വിതരണം സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നൽകിയിട്ടുള്ള ഏകദേശം 40 ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് ആദ്യഘട്ടത്തിൽ തുക ലഭിക്കും. ഓണത്തോടനുബന്ധിച്ച് 2 മാസത്തെ പെൻഷൻ തുകയായ 4000 രൂപ വരെ ഗുണഭോക്താക്കൾക്ക് കിട്ടുമെന്നും റിപ്പോർട്ടുകളുണ്ട്. സാധാരണ മാസത്തിൽ 23-ാം തീയതിയാണ് പെൻഷൻ വിതരണം ആരംഭിക്കാറ്. പക്ഷേ ഈ ഒരു ഓണക്കാലത്ത് അത് നേരത്തെയാകാൻ സാധ്യതയുണ്ട്. ഇനിയുള്ളൊരു അപ്ഡേഷൻ DBT വിവാദമാണ്. അതായത് സഹകരണ സംഘങ്ങൾ വഴി പെൻഷൻ നൽകുന്നതിന് പകരം നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം അയക്കുന്ന രീതി, അതായത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ DBT. ഈ രീതിയിലേക്ക് മാറാനുള്ള സർക്കാർ തീരുമാനത്തെ പ്രതിപക്ഷം ശക്തമായി എതിർക്കുന്നുണ്ട്. അതിൻ്റെ കാരണം വയോജനങ്ങൾക്ക് ഇത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്നും ബാങ്കിംഗ് സൗകര്യം ഇല്ലാത്തവർക്ക് പെൻഷൻ നഷ്ടപ്പെടാൻ ഇത് കാരണമാകുമെന്നാണ് ഇപ്പോൾ പ്രധാന ആരോപണം വന്നിട്ടുള്ളത്. ഇപ്പോൾ നിലവിലെ സ്ഥിതി എന്ന് വെച്ചാൽ നിലവിൽ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിൽ തന്നെ ഓണക്കാലത്ത് പെൻഷൻ വിതരണം ചെയ്യുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ വൈകാതെ എല്ലാ ഗുണഭോക്താക്കൾക്കും DBT സംവിധാനത്തിലേക്ക് മാറേണ്ടി വരുമെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുപോലുള്ള എല്ലാവിധ അപ്ഡേഷനും സർക്കാർ അറിയിപ്പുകളും ലഭിക്കാൻ ഈ ഒരു ചാനൽ മറക്കാതെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.